അതാണ് നമ്മുടെ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്നത് തന്നെ ബോയ്സിന്റെ കഥയാണ്. പറഞ്ഞ അത്രയും അവിടെ നോക്കി അവിടെ ഞാൻ പഠിച്ചു പോയത് അവൻ വന്നിട്ട് വീണ്ടും അത് വേണം സ്പോട്ടിൽ ഇത് പഠിച്ചോ. അപ്പൊ ഞങ്ങള് അതാണ് നമുക്ക് നമ്മള് അങ്ങോട്ട് ഇടാ ജോമോനെ അപ്പം എന്റെ ഇടാ എന്റെ പ്രോഗ്രാം വീട്ടിൽ നിന്ന് കണ്ട മനുഷ്യൻ അവ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നു. എന്റെ പ്രോഗ്രാം ജഡ്ജ് ചെയ്ത മനുഷ്യൻ ഞാൻ കൂടെ ചെറുപ്പത്തിൽ ചെയ്തേക്കുന്നത് ഏറ്റവും വലിയൊരു കള്ളത്തരം. ഞാൻ പഠിക്കും എന്ന ഭാവത്തോട് ഇരിക്കുന്ന കള്ളത്തരം. ഞാനാണ് നല്ല പഠിത്തക്കാരൻ. അതും ഫ്രണ്ട് ബെഞ്ചിൽ ചോദിക്കില്ല സാറ് അതെല്ലാം പഠിച്ചിട്ട് വരണമാര്. അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, എന്നാലും കയ്യിൽ നിന്ന് പോവും അല്ലേ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു മൂവിയുടെ വിശേഷമായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ക്യാമ്പസ് ചിത്രങ്ങൾക്ക് വലിയൊരു സ്വീകാര്യതയാണ് മലയാളി ഓഡിയൻസിന്റെ ഇടയിലുള്ളത്. കാരണം അതിനകത്ത് എല്ലാം ഉണ്ടാവും. പാട്ടുണ്ടാവും, അടി ഉണ്ടാവും, പ്രണയം ഉണ്ടാവും, പിന്നെ സൈഡിൽ ഒരു ഫാമിലി ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി ചേർത്തൊരു അവയിൽ പെരുപ്പുള്ള ഒരു സിനിമയ്ക്ക് ഭയങ്കര സ്വീകാര്യതയാണ്. ഒരുപാട് പടങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റിലേക്ക് കയറാൻ പോകുന്ന അടുത്തൊരു പടം വരെയാണ് വാഴ. അപ്പൊ വാഴയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സിജു സണ്ണി, അസീസിക്ക, നസീറിക്ക, സാഫ് ബോയ്, ജോമോൻ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ എന്തായാലും വാഴ റിലീസിന് എത്തുകയാണ്. ആദ്യമായിട്ട് നസീർക്ക, ഇപ്പൊ നമ്മള് കോട്ടയം എന്ന് പറയുമ്പോ ആദ്യം വന്നത് കോട്ടയം നസീർക്കയുടെ സ്ഥലം നെടുമങ്ങാട്. ഈ സ്ഥലപ്പേരിലേക്ക് ഇപ്പൊ നമ്മുടെ പേരും ഇതും കൂടിയിട്ട് മിക്സ് ആയിരിക്കണം. അപ്പൊ ആൾക്കാരും എല്ലാരും പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കോട്ടയം നസീർ അത് തന്നെയുള്ള സ്ഥലം. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ? ഞാൻ കറച്ചാലാണ് എന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. മിമിക്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇട്ടതാണ് കോട്ടയം എന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ടാണ്. ശരി. ഇപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നൊരു ഗൾഫ് ഷോയ്ക്ക് കണ്ട പോകുന്ന സമയത്ത് അതിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഒരാൾ ഇട്ടതാണ്. ഇത് വെറും നസീറ എന്ന് പറയുമ്പോ കൺഫ്യൂഷൻ വേണ്ട, കോട്ടയം നസീർ ഒരു പേരിടുമ്പോഴത്തേക്കിനും ഒരു സ്ഥലപ്പേരിടാകുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ രജിസ്റ്റർ ആവുന്ന ചെയ്താണ്. ശരി, അങ്ങനെ ചെയ്താണ്. അതങ്ങ് രജിസ്റ്റർ ആയി അങ്ങനെ. ഏതായാലും നമ്മള് കഥയിലേക്ക് വരുമ്പോ ഈ സ്റ്റോറി കേട്ടപ്പോ അസീസിക്ക, അല്ലെങ്കിൽ നമുക്ക് ഈ പടത്തിന്റെ പേര് ടൈറ്റിൽ കേട്ടപ്പോ എന്താണ് ആദ്യം മനസ്സിലാവുന്നത്? ചിരിച്ചു. എന്നെ വിപിനാണ് ഫസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞ സംഭവം ഉണ്ട്, ടൈറ്റില് വാഴയെന്നാണ്. പിന്നെ നിസ്സാര കളികളല്ല, അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ബാക്കി ഞാൻ വിളിച്ച് പറയാം, ഡയറ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് തരണേന്ന് പറഞ്ഞു. സംഭവം ഇടയ്ക്ക് കാണുമ്പം കഥ പറയും, ജസ്റ്റ് സാധനമേ പറഞ്ഞുള്ളൂ. പിന്നെ വിപിൻ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ തലേന്ന് പഠിച്ചിട്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ വന്നിട്ട് വീണ്ടും അത് വേണ്ട, സ്പോട്ടിൽ ഇത് പഠിച്ചോ. അപ്പൊ ഞങ്ങള് അതാണ് ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ നമുക്ക് റീടേക്ക് പോകും. സിനിമ റീടേക്ക് പോകണം. ഒരുപാട് കയ്യിൽ നിന്നും പോയിട്ടൊന്നുമില്ല, എല്ലാം നമുക്ക് ബിബിനൊക്കെ സ്പോട്ടിൽ ചെയ്യുന്നോണ്ട് നമുക്ക് അങ്ങനെ കയ്യിൽ നിന്നും പോയിട്ടില്ല, എന്നാലും കയ്യിൽ നിന്ന് പോവും അല്ലേ. പ്രൊഡ്യൂസർമാരെ കയ്യിൽ നിന്ന് ഇതൊരു ചെറിയൊരു വാഴ കൃഷിയായിട്ട് തോന്നി, പക്ഷെ ഇത് ചന്ദന കൃഷിയായിട്ടൊക്കെ മാറി. ശരിക്കും പറഞ്ഞു ഇപ്പൊ സെറ്റിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ. പണ്ടിപ്പോ ഒരു ഡയറക്ടർ വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സൈലന്റ് ആയി ഭയങ്കര ഒരു അടുക്കും ചിട്ടയായി ഭയങ്കരതായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് എല്ലാരും ഫ്രണ്ട്ലിയാണ്, എന്നാൽ എല്ലാം സാമ്പ്രദായക്കാരാണല്ലോ ഇവരെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വാടാ പോടാ ബന്ധമാണ്. എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മള് അങ്ങോട്ട് ജോമോനെ അപ്പം ഇങ്ങനെ നിങ്ങളോട് എന്റെ അടുത്തോടാ എന്ന് വാടാ പോടാന്ന് വിളിയിടാ. അനാവശ്യമായ ഒരു റെസ്പെക്ട് ഇടയ്ക്ക് എപ്പോഴും നമ്മൾ അങ്ങോട്ട് ചേരാൻ നോക്കുമ്പോഴത്തേക്കിന് ഇവര് അത് ഇങ്ങനെ നിൽക്കും. ഇക്ക ബേഗൊന്നും സാധനം അറിയാതെ എന്താണ് കണ്ടിട്ട് പേടിയായോ?
ഇക്ക മൊത്തത്തിലൊരു വേറൊരു ഇക്കയുടെ ക്യാരക്ടർ പിടിച്ചാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ ചിരിക്കുകയില്ല. അപ്പൊ പുള്ളി ആ ഒരു സാധനം പിടിച്ചാൽ നിൽക്കുന്നത്. അപ്പൊ നമ്മള് മുഖത്ത് നോക്കിയാൽ പുള്ളി പക്ഷെ കോമഡി ചെയ്താൽ നമ്മൾ ചിരിക്കുകയില്ല. കിട്ടിയല്ലോ. അതാണ് സംഭവം. അതാണ് കോമഡി അറിയാൻ ചിരിക്കില്ല. അല്ല ഇക്ക സീരിയസ് ചെയ്തപ്പോ നമ്മൾ ചിരിച്ചില്ല. അല്ല ഇക്ക ചിരിച്ചില്ല. ഇക്ക കോമഡി ചെയ്താൽ നമ്മൾ ചിരിക്കില്ല. പിന്നെ എങ്ങനെ അതേപോലെയുള്ള വാഴകളായിരുന്നു നമ്മുടെ ചുറ്റുമുള്ളത്. എന്തായാലും നമുക്ക് ഈ ക്യാരക്ടർ ഏതെങ്കിലും റിയൽ ലൈഫിൽ ആരെങ്കിലും ആയിട്ട് കണക്ട് ആയിട്ടുണ്ടോ? ഇതില് റിയൽ ലൈഫില് ഈ പടം കാണുന്ന എല്ലാവർക്കും കണക്ട് ആവും. കണക്ട് ആവും. കണക്ട് ആവും. എനിക്ക് കണക്ട് ആവും. കണക്ട് ആവും. കാര്യം ഇത് നമ്മൾ പറയുന്നത് ആൺകുട്ടികളുടെ കഥയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്നത് തന്നെ ബോയ്സിന്റെ കഥയാണ്. പറഞ്ഞ അത്രയും ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര ആയിട്ട് പോയിട്ട് ഞാൻ ഇക്കാരെ കൊണ്ടിരിക്കുകയായിരുന്നു. ഇക്ക കറക്റ്റ് ശ്രീനാഥ് മറയിൽ കണ്ടില്ല. ഞാൻ കേട്ടത് നേരത്തെ അടിക്കാറ്. അപ്പൊ ഇത് ബോയ്സിനെ ബേസ് ചെയ്തിട്ട് പറയുന്നൊരു ഒരു മിനിറ്റ് ഇത്രയും ചിരിക്കാൻ ഏതെങ്കിലും സിനിമയിൽ നല്ല ലെങ്ത് ഉള്ള ഒരു ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ? 7 പടം കളഞ്ഞ അത് സ്ക്രിപ്റ്റ് അയച്ചാലോ. പിന്നെ പറയും എനിക്ക് വയറുവേദന മറ്റു പടം. അയ്യോ അത് അഡ്വക്കേറ്റ് ആയിട്ട് ഓർമ്മ ചെയ്യണം. ആണല്ലേ? അപ്പൊ അറിയാം. പിന്നെ എല്ലാം മലയാളത്തിലാണ്. അതെ. സിജു ബ്രോ ഒക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനത്തെ? വന്ന നേരിടാൻ തയ്യാറാണോ ഒരു ഫുൾ ലെങ്ത് ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ? ഇപ്പൊ നമ്മുടെ രാജുവേട്ടനൊക്കെ പോലെ അപ്പൊ എങ്ങനെയും പഠിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നേരിട്ട് ചെയ്യും. നമ്മൾ നേരിടും. എന്തോ അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും അതിനു വേണ്ടി പഠിക്കും. അപ്പൊ തല അത് കാണാതെ പഠിക്കും. അതിന്റെ ഇമോഷൻസ് എല്ലാം ഡയറക്ടറിന്റെ ചോദിക്കും. അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു വന്ന സംഭവം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ ചിരിച്ചോണ്ട് പറയുന്നത് ഇമോഷൻസ് അറിയണം. അത് പഠിക്കണം. പഠിക്കും. ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ അടുത്ത കണ്ടന്റ് എങ്ങനെ ഇടാം എന്നുള്ള പ്രശ്നം എന്താ അറിയാം. ഇവര് ഭയങ്കര സീരിയസ്, ഞങ്ങൾ പടത്തിന് നേരെ തിരിച്ചു. ഭയങ്കര സീരിയസ്, ഇവരാണ് തമാശ ഉണ്ടാക്കുന്നത്. ഒന്നും പറയാതെ ഈ കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ്. ആക്ഷൻ പറയണോ? ഒന്നും ആക്ഷൻ പറ. ജോമൻ ഭയങ്കര ഇപ്പൊ മുമ്പത്തെ ഇന്റർവ്യൂസൊക്കെ ജോമൻ ഭയങ്കര സൈലന്റ് ആണ്. അല്ല അങ്ങനെ ഭയങ്കര സൈലന്റ്. ജോമൻ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രസം. പക്ഷെ സംസാരിക്കില്ല. ചെറുപ്പം പോലെ എങ്ങനെയാണ്? ഇല്ല, നമ്മള് സംസാരിച്ചില്ലാരൊക്കെ ആയിട്ട് സിങ്കായി വരുന്നുള്ളൂ. അതിന്റെയാണ്. നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് അല്ലേ? നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പോഴും അല്ലേ? അല്ല നിർത്തി കുറച്ച് സെറ്റിൽ കളിച്ചില്ലേ? കളിക്കാറില്ല നിങ്ങളെല്ലാരും? സെറ്റില് നമ്മള് അമ്പലനടയിൽ സെറ്റില് കളിക്കും. എല്ലാം കളിക്കാറുണ്ട്. പിന്നെ എപ്പോഴാണ് ഒരു അഭിനയത്തിലേക്ക് തിരിഞ്ഞു വന്നത്? കോവിഡ് വന്നപ്പോ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റാണ്ടായി. അപ്പൊ നമ്മള് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യായിരുന്നു, വൈൻ വീഡിയോസ് ഒക്കെ. അപ്പൊ വേറെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ആ ചെയ്യണ പരിപാടി തന്നെ ഒന്ന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. അതെ, അപ്പോഴാണ് നമ്മൾ തിരിഞ്ഞെല്ലാം അവിടെ ഒരു എഫർട്ട് ഇട്ടു. എന്തിനും ഒരു എഫർട്ട്. ഇത് പണ്ട് നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ പറയും, ചില ബ്രാഞ്ചിൽ നിന്ന് പറയും, മോനെ എൻ്റെ ചെറിയ മോനുണ്ട്, പഠിക്കാനും കൊള്ളൂല, പണിക്കും പോവില്ല, ഭയങ്കര ഒന്നിനും കൊള്ളും, മണ്ടന. നിങ്ങൾക്ക് സിനിമയിൽ കോവിഡ് വന്നപ്പോ തീരുമാനിച്ചു എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയല്ല, പിന്നെ സിനിമ അങ്ങനെ ഈസിയാണ്. എന്റെ അമ്മോ അതല്ലേ ഇപ്പോഴും നമുക്ക് ഇപ്പൊ നമ്മള് സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളെ ഇപ്പൊ എല്ലാവരുടെയും ആഗ്രഹം ഒരു സമയത്ത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ഉള്ളിലെ കഴിവുന്ന ആളുകളിലേക്ക് എത്തിക്കണം, എനിക്ക് സ്ക്രീനിൽ അതിനൊരു സ്പേസ് കിട്ടണം. ഒരുപാട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു തലമുറ വന്നപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഇത്തിരി ആക്റ്റീവ് ആയപ്പോൾ ഇതിനെല്ലാത്തിനും കൂടുതൽ സൗകര്യങ്ങളായി തുടങ്ങി. കാരണം നമുക്ക് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പിലോ സ്റ്റേജോ അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളുടെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ഒരു കലാകാരൻ ജനിക്കുന്നത്, നമ്മുടെ ഒരു നാട്ടിലെ കലാകാരൻ. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന രണ്ടുപേരാണ് അസീസിക്കും. ഇപ്പോഴത്തെ തലമുറയിൽ അതെല്ലാം മാറിയിട്ടുണ്ട്, ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ അന്ന് ഒരുപാട് ഈ നടന്ന് അവസാനം നമ്മൾ പ്രതീക്ഷിച്ച ഒരിടത്ത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ്. സിനിമയുടെ കാര്യം നോക്കുമ്പോൾ മാത്രമേ നമ്മളത് പറയാൻ പറ്റുള്ളൂ, നമ്മൾ എത്തിയോ ഇല്ല എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ ജീവിതത്തിന്റെ അല്ലേ
നമ്മള് മിമിക്രി ഉണ്ടായിരുന്നു, നിറയെ പ്രോഗ്രാമുകളുടെ സമയമായിരുന്നു. അവിടെ നമ്മൾ സക്സസ് ആയിരുന്നല്ലോ, സക്സസ് ആയിരുന്നു. അതെ അതെ, സ്റ്റേജിൽ നമ്മൾ സക്സസ് ആയിരുന്നു. നമ്മൾ നിന്ന ഫീൽഡ് മിമിക്രി എന്ന് പറയുന്ന കലയിൽ നമ്മൾ സക്സസ് ആയിരുന്നു. സക്സസ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിന്നോണ്ടിരുന്നത്. അതെ. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ എന്റെ മുമ്പിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പത്തില്, ഇപ്പൊ ഒരു വളരെ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ അനുകരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപഠിക്കുന്ന ഒരാള് കറക്റ്റ് ആയിട്ട് മിമിക്രി പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് കുറെ ഷോസിൽ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു എങ്ങനെയെങ്കിലും നസീർക്കിനെ പോലും ആവണം അതൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പോ അസീസിക്കനോടാണ് ഇനി എന്റെ ചോദ്യം തന്നെ. അതേപോലെ അസീസിക്ക് ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നു. എനിക്കും അദ്ദേഹത്തിനെ പോലെ ആവണം എന്നൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു. ആരായിരുന്നു? സുരാജ് കുഞ്ഞാണ്. സുരാജനായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാല് തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ആലപ്പുഴയുടെ പകുതി ഭാഗം ഒരു കാലത്ത് സ്റ്റേജുകളിൽ ഭരിച്ചിരുന്ന വ്യക്തിയാണ് സുരാജ്. സുരാജേട്ടൻ്റെ ഷോ എന്ന് പറയുന്നത്, സുരാജൻ ടി വിയിൽ വരാതെ പോലും സൂപ്പർ സ്റ്റാറാണ് ഈ സ്ഥലങ്ങൾ. കാരണം ജനപ്രളയം, ഒരു അത്രയും വലിയ സ്റ്റാറിന്റെ പ്രോഗ്രാം കാണാൻ ജനം വരുന്നത് പോലെയാണ് സുരാജിന്റെ സ്റ്റേജ് പ്രോഗ്രാം. അത്രയ്ക്ക് ജനമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം മിമിക്രി, ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മിമിക്രി കണ്ട് വളർന്നത് സുരാജൻ്റെയാണ്. അങ്ങനെ സുരാജിന്റെ മിമിക്രി കാണുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ സുരാജേട്ടനെ പോലെ കോമഡി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയെ പോലെ ആവണം എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാനും മിമിക്രിയിൽ നമ്മുടെ നാട്ടിൽ തട്ടിക്കൂട്ടുന്നത്. പിന്നെ പിൽക്കാലത്ത് പുള്ളിയായിട്ട് സ്റ്റേജ് ഷോയിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ശരി. അങ്ങനെ അതാണ് പുള്ളിയാണ് എനിക്ക് മിമിക്രിയിൽ, അതാണ് എൻ്റെ കലാ രൂപത്തിൽ ഒരു. ഓക്കെ. സിജുഡോ, ഒരു 5 വർഷം ബാക്കോട്ട് എടുത്തിട്ടുള്ള സിജു, 5 വർഷം കഴിഞ്ഞത് ഇപ്പത്തെ സിജു നമ്മളെ ലൈഫിൽ വന്ന ചേഞ്ച് എന്തൊക്കെയാണ്? 5 വർഷം മുമ്പ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടായിരുന്നു. പലരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പണിയെടുത്തതിന്റെ നാം തോന്നിപ്പോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സിനിമയിലേക്ക് പണിയെടുത്തിരുന്നു. ഇവർ രണ്ടുപേരും ആദ്യം കാണുന്നപ്പോഴാണ് വാഴയിലല്ലേ? വാഴ വെച്ചാണ് കാണുന്നത്. ഓക്കെ. ഇവരുടെ ഷോസ് ഒക്കെ നേരത്തെ കുറെ കണ്ടിട്ടുള്ളത്. ഞാൻ അസിസിക്കൽ കാണുന്നത് മറ്റേ വോഡഫോൺ കോമഡി സ്റ്റേഴ്സ്. പണ്ട് ഞങ്ങൾ ടി വിയിൽ മറ്റേ പ്ലസ് 1 ഒക്കെ സമയത്ത് അന്നത്തെ മറ്റേ പുട്ടുണ്ടോ അന്ന് നമ്മുടെ ജഡ്ജാണ്. പുട്ടുണ്ടെങ്കിൽ ചേട്ടാ പുട്ടുണ്ടോ, അന്നത്തെ ഹിറ്റ് സാധനമാണ്. പുട്ടുണ്ടോ? ആ ഉണ്ട്, എന്നാ കുറച്ചത് കോഴിക്കിട്ട് കൊടുക്കും. ആ സാധനം എനിക്ക് അന്ന് അറിയണ്ട. മറ്റേ അശോകൻ ചേട്ടനോട് മുടി അന്ന് കുറെ പരിപാടികൾ അന്നുണ്ടായിരുന്നു. അന്ന് കണ്ട ഇപ്പൊ വേണ്ട എന്റെ അപ്പനായിട്ട് ഈ പടത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സിംഗ്? എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ആ കണക്ട് കണ്ടില്ലേ? എന്റെ പ്രോഗ്രാം വീട്ടിൽ നിന്ന് കണ്ട മനുഷ്യൻ അവ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നു. എന്റെ പ്രോഗ്രാം ജഡ്ജ് ചെയ്ത മനുഷ്യൻ ഈ സ്കിറ്റ് ഞങ്ങള് പേപ്പറിൽ എഴുതിയിട്ടാണ് ഞങ്ങള് സ്കൂളിൽ കളിക്കുന്നത്. ഇത് തന്നെ ഈ സ്കിറ്റ് എഴുതിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കണ്ടാക്കി എഴുതിയിട്ടാണ് ഞങ്ങള് എല്ലാവരുടെ ടീമായിട്ട് ഞങ്ങൾ സ്കൂളിൽ കളിക്കുന്നത്. അപ്പൊ അന്ന് ചെയ്തവരൊക്കെ ഇപ്പൊ വേണ്ട എന്റെ അതൊക്കെ വലിയ കാര്യം. അടിപൊളി. അപ്പൊ എന്തായാലും വളരെ നല്ല രസമായിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ക്യാമ്പസ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ കോളേജിലൊക്കെ ഇഷ്ടം പോലെ. ഞാനൊരു ഡേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്റെ ദൂരം ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എല്ലാവരും നല്ല രസമായിരുന്നു, നല്ല ഓളമായിരുന്നല്ലേ? നല്ല രസമുള്ള സിനിമയായിരിക്കും, എല്ലാം ചേർന്നുള്ള സിനിമയാണ്. ഇപ്പൊ ഇതിന്റെ ട്രെയിലറും കൂടെ വരുമ്പോഴത്തേക്കിന് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ബോധ്യമാകും എന്താണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു കുട്ടിക്കളിയോ അല്ലാതെ കുറെ പയ്യന്മാരുടെ ഒരു ചളി കോമഡികളോ അതല്ല സിനിമ. ഈ സിനിമയ്ക്ക് ഒരു നട്ടലുണ്ട്. സാധാരണ ഒരു വലിയ വാദവും നമ്മൾ വെക്കുന്നില്ല. ഇത് എല്ലാവർക്കും റിലേറ്റഡ് ആവുന്ന, എല്ലാവർക്കും, പയ്യന്മാർക്കായിരുന്നാലും അവരുടെ പെങ്ങന്മാർക്കായിരുന്നാലും അമ്മമാർക്കായിരുന്നാലും അച്ഛന്മാർക്കായിരുന്നാലും ഇതൊരു ഫാമിലിക്ക് റിലേറ്റഡ് ആവുന്ന ഒരു സിനിമ. ഇതില് ആ ട്രെയിലറിലെ ഏറ്റവും ലാസ്റ്റില് മറ്റേ ആ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കുമ്പോ ഒരു നോട്ടമുണ്ട്. പലരുടെയും റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കോമഡീസ് ഒക്കെ സ്പോട്ടിൽ ഇടുന്ന വളരെ സ്ക്രിപ്റ്റ് ഉള്ളതാണോ? പക്ഷെ നല്ല രസമാണ്. അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് പോയി. കാരണം ഇങ്ങനെ എല്ലാവർക്കും മെൻഷൻ ചെയ്യും ആരാണ് ഈ സുഹൃത്ത്, മെൻഷൻ ചെയ്യും. ഇഷ്ടം പോലെ വരാനുണ്ട്. കാരണം പലരുടെ വീട്ടില്
വിളക്കത്തിക്കടുത്ത് അയ്യോ തീപ്പെട്ടിയാണെന്ന് പറയുന്നത് ലൈറ്റ് തുറക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തിരി ചായ അങ്ങനെയൊക്കെ ഉണ്ടായി. സത്യം ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന. അപ്പൊ ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പലതും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട്. അതൊരു നമ്മുടെ എനിക്ക് തോന്നുന്നത് ജോമോനൊന്നും നിങ്ങൾ അഭിനയിച്ച സംഭവങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും അതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങൾ അതൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ ഉണ്ട്. എക്സാം സമയത്ത് അത് ഒരു കാലത്തും വാങ്ങില്ല. എക്സാം സമയത്ത് എക്സാം സമയത്ത് പലതും അത് നിങ്ങളാണ് കണ്ടുപിടിച്ചത്, നമ്മളല്ല. അത് നിങ്ങളാണ്. അസീസിക്കയുടെ കാലത്ത് ചെറുപ്പത്തിൽ ചെയ്തേക്കുന്നത് ഏറ്റവും വലിയൊരു കള്ളത്തരം എന്താ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ കള്ളത്തരം എന്താണ്? ഏറ്റവും വലിയ ഞാൻ പഠിക്കും എന്ന ഭാവത്തോട് ഇരിക്കുന്ന കള്ളത്തരം. ഭയങ്കര കളറാണ്. ഞാനാണ് നല്ല പഠിത്തക്കാരൻ. അതും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നോ? ഫ്രണ്ട് ബെഞ്ചിലല്ലേ ഇരിക്കുന്നത്. കാരണം എന്താ പറയുമ്പോ ഫ്രണ്ട് ബെഞ്ചിൽ ചോദിക്കില്ല സാറ്. അങ്ങനെ എല്ലാം പഠിച്ചിട്ട് പറഞ്ഞമാര് ബാക്ക് തൊട്ട് പറയും. അങ്ങനെ ഞാൻ അവനെ പിടിച്ചിട്ട് ഞാൻ എത്ര ഫ്രണ്ട് എന്നെ പിടിച്ച് ഞാന് സുനിൽ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ബാക്ക് ബെഞ്ചില്ല വെടി വെച്ചിടൂല്ലേ? നമ്മളിങ്ങനെ കോമ്പസ് കൊണ്ട് അതിലിങ്ങനെ പടം വരയ്ക്കുന്നു. ആ എന്താ പറയാ ഡെസ്ക് ഒക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തോന്നുന്നു. അതെ പുരാതന കാലത്ത് പോലെ ഇപ്പോഴാണ് ഒരു ആർട്ടിലേക്ക് തിരിഞ്ഞത്. ചെറുപ്പം മുതലേ ആ ഒരു ഇത് തന്നെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പടം വരച്ചിടുക. ഞാൻ പഠിക്കാൻ അത്ര താല്പര്യമല്ലായിരുന്നു. ഫുൾ ഫോക്കസ് വരയിലായിരുന്നു ശരിക്കും. എന്നെ പഠിപ്പിക്കുന്ന എന്നെ ഇഷ്ടമുള്ള കുറെ ടീച്ചർമാരുണ്ട്. ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്ന ടീച്ചർമാരുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ടീച്ചർമാർ പറയും, നീ എങ്ങനെയാലും 10ാം ക്ലാസ് പാസ്സാണ്, നേരെ ഡ്രോയിങ് സ്കൂളിൽ പോയി ചേർന്നാൽ മതി, നീ കോളേജിലേക്കൊന്നും പോകല്ലേ. കാരണം ഈ വരുമ്പോൾ അവർക്കറിയാം, ആ ടീച്ചറിന് അറിയാലോ. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ഇടയ്ക്ക് നസീർക്കാരെ വാപ്പായ കണ്ടിട്ട് ടീച്ചർ ഇപ്പോഴും വരയ്ക്കോ, ടീച്ചർ ഉദ്ദേശിച്ച മറ്റതാണ്. ഡെസ്കില് ഭയങ്കര വരപ്പല്ലേ, ഇത്ര വലുതായിട്ടും നന്നായില്ല. ഇപ്പൊ അവര് ടീച്ചർമാർ ഒരിക്കലും എന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അവര് ഞാനിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് 10ാം ക്ലാസ് വരെ എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ് അഭിനയായിട്ട്. എന്താ പറയുക, ഇപ്പൊ ബന്ധമുള്ള പോലെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഇവരൊന്നും പേടിക്കണ്ട, അതിനത്തിനെ പേടിക്കണം. കൂടി കൂട്ടത്തില്. അപ്പൊ ഈ പണ്ട് പഠിപ്പിച്ച ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചു വിട്ട ടീച്ചർമാരൊക്കെ ഇപ്പൊ കണ്ടപ്പോ എനിക്കറിയായിരുന്നു ഈ ഇങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര സന്തോഷമാണ് അവരെ കാണുമ്പോ തന്നെ. അവരുടെ കണ്ണിൽ ആ ഒരു സന്തോഷം. കണ്ണുനീര്. നീ ഇങ്ങനെ ആളോടാ ഞാൻ പറഞ്ഞു എന്ത് നന്നായി, നീ പഠിക്കാൻ ഞാൻ നന്നായില്ലേ. അന്ന് നീ പഠിച്ചില്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ആവില്ലേ, ഇങ്ങനെ ഒരാളാവില്ലേ ശപിച്ചിട്ട്. എന്തായാലും വളരെ സന്തോഷം. ഇപ്പൊ അവരൊക്കെ അഭിമാനിക്കണ്ടാവില്ലേ? എല്ലാ ബഹുമാനത്തോടും കൂടി പറയണം കേട്ടോ. ഓർക്കാറുണ്ട്, വിളിക്കാറുമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം അനൂപ് മേനോൻ സാറേ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ചോദിച്ചപ്പോ പറയണ്ടായി, കുറെ കസിൻസ് ചുറ്റുനിട്ട് സിനിമയുടെ പുറകെ നടന്ന് അവനൊക്കെ ജീവിതം നശിപ്പിച്ച് ഇവൻ എന്തിങ്ങനെയായി പോയെന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ കാണുമ്പോ അന്നേ പറഞ്ഞില്ലേ ഈ വലിയ നിലയിലെത്തുന്നു, ഞാനൊക്കെ പ്രോത്സാഹിപ്പിച്ച് എന്ന് പറയുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്കും അവരൊക്കെയല്ലേ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. അവരൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ കളിയാക്കുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് നിൽക്കാം. അവര് കളിയാക്കുന്നതല്ല, അതിനകത്തും ഒരു കാര്യം നമ്മൾ അവരവരുടെ ആ ജീവിത സാഹചര്യവും അല്ലെങ്കിൽ പരിചയം വെച്ചിട്ട് മുൻ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളിലേക്ക് ഇത് പറയണേ. മോനെ നന്നായി, ഇങ്ങനെയൊന്നും കള കുടിച്ച് കിടക്കരുത്, ഇതൊക്കെ പഠിച്ചൊരു ജോലിയൊക്കെ നടക്കുക, ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളതാണ് എല്ലാ കാലത്തും എല്ലാ മാതാപിതാക്കളുടെയും
ആഗ്രഹവും സന്തോഷവും. അതെ അതെ ആ ഒരു ടൈമിൽ ആ ടൈമിൽ ഇപ്പോഴും എന്റെ മോനും അതേപോലെ ആവണം ആ ഒരു കമ്പാരിസൺ. അങ്ങനെ പറയണതാണ്, അല്ലാണ്ട് അതവരൊരു നിരുത്സാഹപ്പെടുത്തി പറയണല്ല. അതെ അതെ ശരി, അതല്ല നല്ലതിന് വേണ്ടിട്ടാ, നമ്മുടെ നല്ലതിന് വേണ്ടിട്ട്. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. നമ്മൾ ഇനിയിപ്പോ റിലീസിന് നമ്മുടെ സിനിമ വാഴ എത്താൻ പോവുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളുടെ കഥകൾ പറയുമ്പോൾ ആ സിനിമയിലെ ക്യാരക്ടർ, ഈ സിനിമയിലെ ക്യാരക്ടർ ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഈ സിനിമയിലെ ക്യാരക്ടറുകൾ എല്ലാവരും ഇതുപോലെ എല്ലാ മലയാളികളുടെയും എല്ലാവരുടെ ഇടയിൽ രജിസ്റ്റർ ആവട്ടെ, വളരെയധികം വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നേരെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.